ബി.ജെ.പിയുടെ രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ കേരളം കീഴടങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്തലയിൽ പറഞ്ഞു. കേരളത്തിൽ ഇഡിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. നരേന്ദ്രമോദി സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. വർഗീയത ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാനാണ് നരേന്ദ്രമോദിയുടെ നീക്കം. ഈ ലക്ഷ്യത്തോടെയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ഇഡിയെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഇരട്ടത്താപ്പാണ്. കോൺഗ്രസുകാരല്ലാത്ത പ്രതിപക്ഷ നേതാക്കളെ ഇഡി വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ബി.ജെ.പിക്കൊപ്പമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാജ്യമാകെ വലവീശി നടക്കുകയാണ്. എല്ലാം ബി.ജെ.പി ഇതര പ്രതിപക്ഷ പാർട്ടികളുടെയും അവയുടെ നേതാക്കളെയും പ്രവർത്തകരെയും പിടികൂടാനാണ്. കോൺഗ്രസിൻ്റെ ആളുകൾക്കെതിരെ അത്തരം നടപടികൾ വരുമ്പോൾ അതിനെ എതിർക്കാറുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ആൾക്കാർക്ക് നേരെയുള്ള നടപടിയെ എതിർക്കുന്ന കോൺഗ്രസ് ഇതര പാർട്ടികളിൽപ്പെട്ടവർക്ക് നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസി വലവീശുമ്പോൾ സ്വീകരിക്കുന്ന സമീപനം എന്താ? അത്തരം കാര്യങ്ങളിൽ ആ അന്വേഷണ ഏജൻസിയോടൊപ്പമാണ് കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്തയച്ചു. എന്നാൽ UDF എംപിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ആലപ്പുഴയ്ക്കും സർവോപരി കേരളത്തിന്റെ വികസനത്തിനും വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തിയ AM ആരിഫിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലയല്ലേ സ്വീകരിക്കുന്നത്? ആ പ്രശ്നം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ നമ്മുടെ LDFന്റെ ഭാഗമായ 2 എംപിമാരുണ്ട്. അത് കഴിഞ്ഞുള്ള 18 പേര് ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉന്നയിച്ചോ? ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.